ഫസ്റ്റ് തുടങ്ങുമ്പോൾ വെച്ചിട്ടുള്ള ഒരു എല്ലാവർക്കും ഇടയിലുള്ള ഒരു കണ്ടീഷൻ, നമ്മൾ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കണ്ടന്റ് വീഡിയോ ആക്കില്ല, മതപരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടന്റ് ആക്കില്ല. ഒരു സർക്കാർ, ഗവൺമെന്റ് എംപ്ലോയീസ് ഇവരെ വെച്ചിട്ട് നമ്മൾ കോമഡി ചെയ്യില്ല. ഈ 3 കാര്യം നമ്മൾ മുമ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മൾ ചെയ്തിട്ടില്ല, ഒരു മതപരമായിട്ടുള്ള ഒരു സാധനത്തിന്റെ ഒരു കണ്ടന്റ് ചെയ്തിട്ടില്ല. ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ആ സംഭവം നമ്മൾ തൊട്ടിട്ട് തന്നെയില്ല. കുറെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ ഓരോ വീഡിയോകൾ ചെയ്തിട്ട് ആ സംഭവം വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടാ, ഈ സംഭവിച്ച അതായത് ചില കൊലപാതകങ്ങള്, ചില ബലാത്സംഗങ്ങള്, ഇത് ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം, നമുക്കിത് പറയാൻ പറ്റാനിട്ടല്ല. പക്ഷെ നമ്മളത് ഓൾറെഡി നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ വെറുപ്പിക്കേണ്ടി വരും. എന്തിനാ നമ്മൾ കുറെ വെറുപ്പ്? അല്ലെങ്കിൽ തന്നെ 3-4 തലമുറയ്ക്കുള്ള വെറുപ്പ് ഇപ്പൊ സമ്പാദിച്ചിട്ടുണ്ട്. 5ാമത്തെ തലമുറയ്ക്കുള്ള നമ്മൾ സമ്പാദിക്കാൻ പോണത് അത് ഒഴിവാക്കാന്ന് വെച്ചു. രണ്ടുപേരും നല്ല ഗംഭീര ഡാൻസേഴ്സ് ആണ് കേട്ടിട്ടുണ്ട്. ഡാൻസിന്റെ ഒരു കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളും, നിങ്ങളുടെ സ്റ്റേജ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ സ്റ്റേജ് ചവപ്പറമ്പായിരുന്നു. അതായത് നമ്മുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് തൃശ്ശൂര് മെഡിക്കൽ കോളേജിന്റെ അത്താണി എന്ന് പറഞ്ഞൊരു റെയിൽവേ ക്രോസിൽ ഒരു ബസ് നടുവിൽ വന്ന് പെട്ടിട്ട് അതിലൊരു ട്രെയിൻ അടിച്ചിട്ട് ഞങ്ങളുടെ ആ ഭാഗത്തൊരു എല്ലാ വീട്ടിലും ഒരു ഫോട്ടോ വരുമ്പിരിക്കണത് ആ ആക്സിഡന്റിൽ മരിച്ചവരുടെ. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരനൊക്കെ ബോഡി അടക്കം അന്ന് എല്ലായിടത്തും എല്ലാം കൊണ്ട് ഈ ശ്മശാനത്തിൽ വെക്കാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ പോലെ മറ്റേ കരിക്കണ പരിപാടിയില്. അപ്പൊ അതൊക്കെ വെച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഇവന്റെ വീടിന്റെ പറമ്പില് തൊട്ടപ്പുറത്ത്. അപ്പൊ അവിടെയായിരുന്നു സ്റ്റേജ്. അപ്പൊ സ്റ്റേജിന്റെ ഡാൻസസ് അന്നൊന്നും ഞാൻ സ്റ്റേജ് മാറിയില്ല കേട്ടോ. അന്ന് ഇവന്റെ ചേച്ചി ഇവരെ കുടുംബക്കാരുടെ ഡാൻസ് മൊത്തം അന്ന് വേറെ ഇതൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്തില്ലേ, അവന് ഞാനും ഒക്കെ സ്ഥിരം. അന്നൊക്കെ ഞങ്ങള് ഡാൻസേഴ്സ് എല്ലാ പരിപാടി, എല്ലാ സ്റ്റേജ് പരിപാടിയിലും ഞങ്ങള് ഡാൻസ്. പൂരപ്പറമ്പിലും ഉണ്ണിക്കുട്ടന്റെയും ഡാൻസ് റിങ്കു എന്ന് പറയും. എന്റെ ചേച്ചി എന്താ വെച്ചാൽ 2 പേരും മരിച്ചു. ഇവന്റെ സിസ്റ്ററും അവനും മരിച്ചു. അതുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു ഉയർച്ച ഇങ്ങനെ ആൾക്കാർ അറിയപ്പെടുമ്പോ കൂടുതൽ സന്തോഷിക്കേണ്ട അവളെ. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു വളർച്ചയാണ്. ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള 1-2 പേര് അങ്ങനെ. ഇവന്റെ സിസ്റ്ററിനെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. പറഞ്ഞ പോലെ അതിനെ പറയാതിരിക്കാൻ നല്ലത്. അങ്ങനത്തെ ഈ ക്രിക്കറ്റിന്റെ വീഡിയോസ് ഇപ്പം നമ്മൾ ഈ കോവിഡ് സമയത്താണ് കൂടുതൽ ആളുകൾ ക്രിക്കറ്റിന്റെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ക്രിക്കറ്റിന്റെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുണ്ട്, ഗെയിമിനോട് ഇഷ്ടമുണ്ട്, ഇതിലുപരിയായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഞങ്ങള് 2 പേരും ഒരുമിച്ചാണ്. ഞങ്ങൾ 3ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീടിന്റെ അടുത്താവുന്നതും അത്രയും കാലഘട്ടമായിട്ടുള്ള ബന്ധം വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ ഒരേപോലെയോ ഒരുമിച്ചാണ് കളിക്കുന്നത്. അങ്ങനെയൊക്കെ പറയും. ഒരു ദിവസം നമുക്ക് ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കോമഡി കിട്ടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഈ വീഡിയോ തുടങ്ങാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബ്രേക്കപ്പ്, ഇവന്റെ കാമുകീനെ വിളിച്ചിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്, പാവലടി ഞാൻ പഞ്ചപാവം. വല്യമ്മയുടെ മോൻ പറയണതാ, ആളുടെ ഒരു ഫ്രണ്ട് പറയണതാ പറഞ്ഞിട്ട് എല്ലാരും കുറ്റം പറയും. എന്നിട്ട് ലാസ്റ്റ് പറയും പാവടഞ്ഞ പഞ്ചപാവം. അപ്പൊ ഇത് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ എന്നിട്ട് എന്റെ കാമുകിയുടെ അടുത്ത് വിളിക്കുമ്പോ പറയും സ്വാഭാവികമായിട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനം ഈ സാധനം ബ്രേക്കപ്പ് പോയി. അത് നല്ല രസമായിരുന്നു. ധ്യാനം കൂടി ഇപ്പൊ മൈൻഡ് ക്ലീൻ ആയിട്ട് പോയതാണ്. അതങ്ങനെ പറഞ്ഞു. അപ്പൊ അത് പോയി നോക്കാൻ പോട്ടെ. അപ്പൊ ഇതൊന്ന് നമ്മളിങ്ങനെ വളർന്നു വരികയാണ്. അപ്പൊ ഈ വഴിക്ക് കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം ഉണ്ട്, പാവട ഞാൻ പഞ്ചപാവം എന്ന്. അപ്പൊ ഒരു ജിമ്മിന്റെ എപ്പിസോഡ് ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുത്തി കയറ്റാൻ പറ്റുക. പിന്നെ അതിൽ സ്പേസിലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോ അയ്യോ എന്റെ ഡയലോഗ് കയറ്റില്ലേ, വലിയ കയറ്റി. അത് കുഴപ്പമില്ല പറഞ്ഞു. അന്ന് രാത്രി ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കാൻ നിൽക്കുമ്പോൾ ഒരു 11 മണി സമയത്ത് ഇവനെ താരാനും പോലും വിളിക്കില്ല. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കേ. എന്നിട്ട് വിളിച്ചിട്ട് പറയാ എന്റെ സാധനത്തിന് പറ്റിയൊരു കണ്ടന്റ് കിട്ടി, ക്രിക്കറ്റ് കളിയിൽ വെറിയൻ, നീ ഈ സാധനം പറഞ്ഞു എത്ര വട്ടം ഔട്ടാക്കിയാലും പാവട ഞാൻ പഞ്ചപാവം ബ്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിടിച്ചൊരു പെടുത്താ. പിന്നെ അവൻ സ്കിറ്റ് മൊത്തം അന്ന് സമയത്ത് ഞാൻ അധികം അഭിനയിക്കണ്ടായിരുന്നില്ലേ, ഞാൻ മൊത്തം ടെക്നിക്കൽ സൈഡായിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ലേ. ഇവ പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ പിടിച്ച് മെയിൻ ലീഡ്. അത് ആ ക്രിക്കറ്റിൽ മെയിൻ ലീഡാക്കിയിട്ട് ഓപ്പോസിറ്റ് ടീമിലാക്കി നിർത്തി. പിന്നെ ഇവന് പിന്നെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവന്റെ സ്ക്രിപ്റ്റ് പിന്നെ അടുത്ത് 6ാം തമ്പുരാന്റെ ഇതുപോലെ ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വലിപ്പമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഈ ആ റോള് ചെയ്യാന്ന് വെച്ച് നിൽക്കുക. ഇവൻ ചെയ്തു മറ്റേ റോള് രാഹുൽ ബ്രോ ചെയ്ത റോള് ശരീര വലിപ്പത്തിന്റെ
അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ഇവ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കറക്റ്റ് ആ ലുക്ക് ചോന്ന മുണ്ടാന്ന് ഒരു അതായത് കോസ്റ്റ്യൂം ഒന്നും പറഞ്ഞിട്ടില്ല, ഇവൻ വന്നത് ആ ലുക്കില്, ഇതാ സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇത് കറക്റ്റ് അവന് നീ മുണ്ടെടുത്തൊക്കെയല്ലേ നീ ചെയ്തോ. അത് ഭയങ്കര വെറൈറ്റി ആയില്ലേ നമ്മൾ ആ ഒരു സാധനം. അന്ന് കുറച്ച് നാള് ഡള്ളായിട്ട്, അതായത് ആർക്കും വരാൻ പറ്റുന്നില്ലേ. അപ്പൊ ഇവനും താരം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അപ്പൊ ഇവൻ വിളിക്കണ്ടാ വല്ലത് എപ്പോഴാ ഫ്രീ ആവുക, അപ്പോഴാ എനിക്ക് ഇന്ന തിരക്കുണ്ട്. അപ്പൊ അന്ന് ഞാനും താരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവര് വീഡിയോസ് ഇടും, ഇവൻ ഓരോന്നൊക്കെ വീഡിയോസ് അങ്ങനെ നിലനിർത്തിയിട്ട് അപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് വരുന്നത്. അപ്പൊ എടുത്തങ്ങോട്ട് ഒരു പൂശി അത് ഗംഭീരമായിട്ടും ആ പൂശി എന്തായാലും ഗംഭീരമായി. കാരണം ചിന്തിക്കാത്തൊരു സാധനമായി, വളരെ രസമായിരുന്നു കണ്ടപ്പോൾ.